എല്ലാവർക്കും കേരള ഡയറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് നാളായിട്ട് വീഡിയോ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. നല്ലൊരു കണ്ടൻറ്റ് കിട്ടിയിട്ട് വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചു. വെറുതെ വീഡിയോ ഇട്ട് നിങ്ങളെല്ലാവരും വെറുപ്പിക്കണ്ടല്ലോ. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ പാലക്കാടാണ്. പാലക്കാട് ഒരു കാർ റിവ്യൂ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, ഒരു അംബാസിഡർ കാർ. അപ്പോൾ കാർ റിവ്യൂവിൻ്റെ ഒരു സെഗ്മെൻറ്റ് ചെയ്യണമെന്ന് വെച്ചപ്പോൾ എനിക്ക് വളരെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു അംബാസിഡർ കൊണ്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യണമെന്ന്. നമുക്ക് വേറെ പല കാറും കിട്ടും, പക്ഷേ നമ്മളെന്താ പറയുക, ഒരു കിങ് ഓഫ് ഇന്ത്യൻ റോഡ്സ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ആ ഒരു കാർ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഫ്രണ്ടിൻ്റെ കെയർ ഓഫിൽ വിളിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫൈസലേട്ടൻ, പുള്ളി പാലക്കാടാണ്, പുള്ളി വണ്ടിയുടെ സെയിൽസൊക്കെ ഉണ്ട്. അപ്പോൾ പുള്ളീനെ വിളിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്കിങ്ങനെ പാലക്കാട് ഞാൻ വരുന്നുണ്ട്, എനിക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു അപ്പോൾ വിളിച്ചിട്ട് പോന്നാൽ മതി, പുള്ളിയുടെ കയ്യിൽ അംബാസിഡർ ഉണ്ട്. അപ്പോൾ ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ ഒരു 1958 മോഡൽ അംബാസിഡറാണ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആ വീഡിയോൻ്റെ കാഴ്ചയിലായിട്ട് നമുക്ക് കാണാം. ഈ അംബാസിഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1958 മോഡലാണ്. ഇപ്പോൾ ഏകദേശം 62 വർഷം പഴക്കമുണ്ട്. പക്ഷേ ഈ വണ്ടി ഓടിച്ച് നമ്മൾ പോകുമ്പോൾ ആ പഴക്കമൊന്നും ഒന്നുമല്ല. ബ്രിട്ടീഷ് കമ്പനിയായ ഓക്സ്ഫോർഡ് മോറിസിൻ്റെ പ്ലാറ്റ്ഫോമിലാണ് 1958 ഇന്ത്യയിൽ ആദ്യത്തെ അംബാസിഡർ നിലത്തിറങ്ങിയത്. ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യൻ റോഡ്സ് കീഴടക്കിയത് അംബാസിഡർ, പിന്നെ ഫിയറ്റ്, അങ്ങനെയുള്ള വണ്ടികളാണെന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെയാണ് അംബാസിഡർ കാർ എന്നും നമ്മൾ ഇന്ത്യക്കാർക്ക് ഒരു നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ പറ്റുന്നൊരു വണ്ടി തന്നെയാണ്. അംബാസിഡർ കമ്പനി മാർക്ക് 1, മാർക്ക് 2, മാർക്ക് 3, മാർക്ക് 4 അങ്ങനെ അവസാനം ഗ്രാൻഡ് മോഡൽ ഇറക്കിയെങ്കിലും മാരുതിയുടെ കടന്നുകയറ്റത്തിന് ശേഷം അംബാസിഡറിൻ്റെ ഡിമാൻഡ് പയ്യെ കുറഞ്ഞു തുടങ്ങിയായിരുന്നു. അങ്ങനെ അവസാനം 2014 കൊൽക്കത്തയിലുള്ള പ്ലാന്റും കമ്പനിക്ക് ഷട്ട് ഡൗൺ ചെയ്യേണ്ട വന്നു. പല കളറുണ്ടെങ്കിലും ബ്ലാക്കിനൊരു പ്രത്യേക ഒരു റോയൽ ലുക്കും ഒരു ഭംഗിയാണ്. ആ ഒരു ഷൈനിങ് എന്ന് പറയുമ്പോൾ അത് ബ്ലാക്കിന് തന്നെ കിട്ടുള്ളൂ. പിന്നെ നമ്മൾ അംബാസിഡർ മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ ഒരു നല്ലൊരു രീതിയിൽ മോഡിഫൈ ചെയ്യണം, ഇല്ലെങ്കിൽ ആ വണ്ടി ഭയങ്കര വൃത്തികേടായി പോകും. ആ ഒരു റെട്രോ സ്റ്റൈലൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കുന്നതാണ് ഏറ്റവും അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയാൻ. ബ്ലാക്ക് കളർ അംബാസിഡറിന് പ്രത്യേകിച്ച് നമ്മളൊരു ക്രോം ഫിനിഷ് കൊടുക്കുമ്പോൾ അത് വണ്ടിക്ക് വളരെ ഒരു ആഡ് ഓൺ ആണ്. അതുപോലെ തന്നെ ഈ വണ്ടിയിലും ഫ്രണ്ടിൽ 2 സൈഡിലായിട്ട് ഒരു ക്രോം സ്ട്രിപ്പ് വന്നിട്ടുണ്ട്. നമ്മൾ ഈ വണ്ടിയിൽ എടുത്തു പറയേണ്ടത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ടിൽ വരുന്ന മോണോഗ്രാമാണ്. അതിൻ്റെ താഴെ അംബാസിഡർ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് ആക്ച്വലി ഉണ്ട്. നമ്മുടെ ലൂസിഫർ മൂവിയിൽ നമ്മുടെ മോഹൻലാൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് മാസ്റ്ററിലാണ്. അത് 57-58 കാലഘട്ടത്തിലാണ് ആ വണ്ടി ഇറങ്ങിയത്. ഇതെന്ന് പറഞ്ഞാൽ അതിന് ശേഷം 58 ഇറങ്ങിയ വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിൽ ഈ സിംഗിൾ പീസ് ബമ്പറായ ഇത് ഈ വണ്ടിയിൽ വരാനുള്ള കാരണം. നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ തൊട്ട് താഴെ തന്നെ ഇതാണ് അതിൻ്റെ പാർക്ക് ലൈറ്റ് വരുന്നത്. പിന്നെ നമുക്ക് ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ഒരു ലിവർ വെച്ച് ഇത് കറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവും. നമ്മൾ വണ്ടിയുടെ റിയർ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം, നമ്മുടെ റിയർ ഗ്ലാസിൻ്റെ ചുറ്റും ഒരു ക്രോം ഫിനിഷിലാണ് ബീഡിങ് കൊടുത്തിരിക്കുന്നത്. അതിനോട് ചേർന്നിട്ട് തന്നെ ഒരു ഫ്യൂവൽ ക്യാപ്പ് വന്നിട്ടുണ്ട്. പഴയ അംബാസിഡറിനൊക്കെ അത് പുറത്താണ്. പിന്നെ അതിന് തൊട്ട് സൈഡിൽ തന്നെ ഇഞ്ചസ് വരുന്നുണ്ട്. അതും ആയാലും നമുക്ക് കാണുന്ന രീതിയിലാണ്. അത് വളരെ ആപ്റ്റിംഗ് ആണ് ഈ വണ്ടിക്ക്. പിന്നെ ഒരു ക്രോം ബീഡിങ്ങിൻ്റെ തൊട്ട് താഴെയായിട്ട് ടെയിൽ ലാമ്പ് വരുന്നുണ്ട്. അതിൽ ഒരു റൗണ്ട് ഷേപ്പിലാണ് വന്നിരിക്കുന്നത്. നടുക്കൊരു H എന്നുള്ള ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ OHV എന്നുള്ളൊരു ബാഡ്ജിങ് കൂടി കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഓവർ ഹെഡ് വാൽവ് എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ റിയർ ബമ്പേഴ്സാണ്. അതൊക്കെ സ്ട്രോങ് ആണ് സംഗതി. തുറക്കണമെങ്കിൽ നമുക്ക് ഇവിടെ നോബുണ്ട്. ഇത് റൈറ്റിലോട്ട് ചേഞ്ച് ചെയ്ത് നമ്മൾ ഓപ്പൺ ആക്കാം. നമ്മുടെ ഇപ്പോഴത്തെ വണ്ടികളിൽ പോലെയുള്ള ധാരാളം സ്പേസാണ് അതിൻ്റെ അകത്ത്. നമ്മൾ പണ്ടൊക്കെ കണ്ടിട്ടുണ്ടോ, ഒരു ഫ്രിഡ്ജൊക്കെ വേണമെങ്കിൽ ഈ വണ്ടിനകത്ത് സുഖമായിട്ട് കയറ്റിക്കൊണ്ടു പോവാം. അതാണ് ഇതിൻ്റെ ഈ സ്റ്റോറേജ് സ്പേസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു സ്റ്റെപ്നി വയ്ക്കാം. പിന്നെ ഇതിൻ്റെ ബാക്കിൽ വരുന്ന ഫ്യൂൾ ടാങ്കാണ്. ഇതിപ്പോൾ നമ്മളിതിൽ ഡീസലാണ് വണ്ടിയിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ വലിച്ചടക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിൻ്റെ ഡബിൾ ടാപ്പാണ് അതിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ കേട്ടില്ലേ 2 സൗണ്ട്.
നമ്മളിപ്പോൾ ഇറങ്ങുന്ന വണ്ടിയിൽ കാണുന്ന ലോക്ക് സിസ്റ്റം ഒന്നുമല്ല പഴയ അംബാസഡറിലൊക്കെ. ഒരു സാധാ ഒരു സ്റ്റീലിൻ്റെ ലോക്കാണ് വരുന്നത്. അത് നമ്മൾ ഫ്രണ്ടിലോട്ടാക്കിയ ലോക്കാവും. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ തൊട്ട് താഴെ സൈഡ് വിൻഡോസിൻ്റെ ലിവർ വരുന്നത് അതും ലേശം ഹാർഡാണ്. ഇപ്പോഴത്തെ വണ്ടികളെ പോലെ പവർ വിൻഡോ ഒന്നുമല്ല ആ കാലത്ത്. പ്രശ്നമില്ല. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിറർ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു വിൻഡോ വൈസറുണ്ട്. വണ്ടിക്ക് AC ഒന്നും ഇല്ലാത്തതുകൊണ്ട് പണ്ട് കാലത്ത് ഈ ഇതിൽ കൂടെയാണ് നമ്മൾ ഓപ്പൺ ചെയ്ത് വയ്ക്കുമ്പോൾ ഇതിനകത്ത് കൂടെ വിൻഡോ വരും. അങ്ങനെ ഒരു എയർ സർക്കുലേഷനാണ് ഇതിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റിയറിംഗ് ആണ്. അത്യാവശ്യം വലിയ സ്റ്റിയറിംഗ് ആണ് പഴയ വണ്ടിയിൽ വരുന്നത്. ഇത് ആ പഴയ മോഡലുള്ള അതേ സ്റ്റിയറിംഗ് തന്നെയാണ് ഇതിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ വണ്ടീൻ്റെ നടുക്കിൽ ഒരു എച്ച് റെപ്രസെൻ്റ് ചെയ്യുന്ന ഹിന്ദുസ്ഥാനായിരിക്കണം. ഈ വരുന്ന നോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റിക്കും റൈറ്റിക്കുമുള്ള ഇൻഡിക്കേറ്റേഴ്സാണ് ഇത് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ബട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത്ത് ലൈറ്റാണ്. നമുക്ക് ഇപ്പോഴത്തെ വണ്ടികളെ പോലെ മുകളിലൊന്നും സ്വിച്ചില്ല, അപ്പോൾ കാല് തന്നെയാണ്. ഇതെല്ലാം വർക്കിംഗ് ആട്ടോ ഈ വണ്ടിയിൽ. നമുക്ക് കീൻ്റെ നമ്മുടെ വണ്ടീൻ്റെ കീൻ്റെ സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്നത്. പിന്നെ ഇത് ലൈറ്റ്സിൻ്റെയൊക്കെയാണ്. പിന്നെ വൈപ്പറിൻ്റെ സ്വിച്ച് ഉണ്ട്. ഇവിടെ ഈ വണ്ടിയിൽ AC എക്സ്ട്രാ വെച്ചതാണ്. അതുപോലെ ഒരു പ്ലെയറും പിന്നെ ഇവിടെ ഒരു മീറ്ററും കൂടി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എക്സ്ട്രാ വർക്കാണ്. പിന്നെ നമ്മൾ ഈ അംബാസഡറിനെ കുറിച്ച് എപ്പോഴും പറയണമെന്ന് പറഞ്ഞാൽ ഇതിൽ സ്റ്റോറേജ് സ്പേസ് ആണ്. സ്റ്റോറേജ് സ്പേസ് ധാരാളമായിട്ടുണ്ട്. പണ്ടത്തെ ഒരു ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സെറ്റപ്പാണ് ഇതിൻ്റെ ഡാഷ്ബോർഡ് വരുന്നത്. ഇതിൻ്റെ അകത്തൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വണ്ടിയുടെ ഇവിടെയും റൈറ്റ് സൈഡിലും ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇതിൻ്റെ അകത്തൊക്കെ പണ്ട് കാലത്ത് ഈ ഫസ്റ്റ് എയ്ഡ് പോലെ സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്താണ് വെച്ചിരുന്നത്. അടുത്തത് നമ്മൾ ഈ വണ്ടീനെ കുറിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ കംഫോർട്ട്നെസ്. അത് ഈ വണ്ടിയിൽ അംബാസഡർ അതിൻ്റെ കാര്യത്തിൽ രാജാവ് തന്നെയാണ് നമുക്ക് പറയാം. ഇതിൽ യൂസ് ചെയ്ത മെറ്റീരിയലൊക്കെ ആണെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അംബാസഡറിൻ്റെ ബാക്ക് സീറ്റിൻ്റെ കാര്യം പ്രത്യേകിച്ച് ആരോടും പറയേണ്ട കാര്യമില്ല. എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിലിരുന്ന് യാത്ര ചെയ്യാനാണ്. അത്രയും ഒരു കംഫോർട്ട് ലെവലാണ് ഈ വണ്ടി വരുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും വേറെ ഏത് വണ്ടിക്കായാലും ആ ഒരു കംഫോർട്ട് കിട്ടില്ല. അംബാസഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് തൊട്ടേ ഒരു പാസഞ്ചർ വെഹിക്കിളാണ്. അപ്പോൾ ഇതിലിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും ആ ഒരു കംഫോർട്ട് ഈക്വലായിട്ട് അത് നൽകുന്നുണ്ട്. ഒരു ലൈറ്റ് വരുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും റീഡ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളാണ്. അപ്പോൾ പണ്ടത്തെ കാലത്ത് പറഞ്ഞാൽ ഡ്രൈവർമാർ ഫ്രണ്ടിൽ ഇരിക്കും, ഓണർമാർ ലെഫ്റ്റ് സൈഡിലാണ് ഇരിക്കാറ്. ഇതാണ് ഒരു വണ്ടിയുടെ ഏറ്റവും കൂടുതൽ ഒരു സേഫ് സോൺ എന്ന് പറയുന്ന ഒരു ഏരിയയാണ് ബാക്ക് സീറ്റിലെ ലെഫ്റ്റ് സൈഡിൽ. പിന്നെ പാർക്ക് ലൈറ്റ് ആയാലും എല്ലാം ഫങ്ഷനിങ് ആണ് ഈ വണ്ടിയിൽ. ഇതിൻ്റെ ഒറിജിനൽ എന്ന് പറഞ്ഞാൽ ജാൽവ ഹോണാണ്. അതിൻ്റേതായ ആ ഒരു സൗണ്ട് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി സൗണ്ടല്ലേ. നമുക്കിതിൻ്റെ ടയർ സൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ 15 ഇഞ്ച് ഡ്രമ്മാണ് വരുന്നത്. പിന്നെ അതിൻ്റെ അകത്തൊരു സ്റ്റീൽ കപ്പും വരുന്നുണ്ട്. അതിലൊരു ഡ്രമ്മിന് ബ്ലാക്ക് കളർ കൊടുത്തിട്ടാണ് ഒരു സിൽവർ സ്റ്റീലിൻ്റെ കപ്പ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അതൊരു വളരെ സൗന്ദര്യമാണ് അത് കാണാൻ. ഇതിൻ്റെ സൈഡ് മിറർ ആയാലും ഇതിപ്പോൾ എക്സ്ട്രാ വെച്ചതാണ്. അതും ഈ വണ്ടിക്ക് കറക്റ്റായിട്ടൊരു ആപ്റ്റാവുന്നൊരു മോഡൽ തന്നെയാണ്. അപ്പോൾ നമുക്കിനി ബോണറ്റ് തുറന്നിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇതാണ് നമ്മുടെ അംബാസഡറിൻ്റെ എൻജിൻ റൂം. അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു എൻജിൻ റൂം എന്ന് നമുക്ക് പറയാം. ഇവിടെ ഇത് അംബാസഡറിൻ്റെ ഒറിജിനൽ ബാഡ്ജിങ് ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒറിജിനൽ ജാവ ഹോണാണ്. ഇതിൻ്റെ സൗണ്ട് നമ്മൾ കേൾപ്പിച്ച് തരാം. ഇത് 1958 മോഡൽ വരുമെന്ന് പറഞ്ഞാൽ പെട്രോൾ എഞ്ചിനാണ്. ഇതിപ്പോൾ നമ്മൾ കൺവേർട്ട് ചെയ്ത് ഇതിൻ്റെ ഓണർ ചേട്ടൻ കൺവേർട്ട് ചെയ്ത് ഇപ്പോൾ ഡീസൽ എഞ്ചിനാക്കി HM+ ആയിട്ടാണ് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അത്യാവശ്യം ഏകദേശം ഒരു 18+ മൈലേജോളം ഈ വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ വണ്ടിയുടെ കംപ്ലീറ്റ് പെയിൻറ്റും വർക്ക് ചെയ്ത് ജംഷൻ എന്ന് പറഞ്ഞ ചേട്ടനാണ്. പുള്ളിയുടെ ഷോപ്പിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. നിങ്ങൾ ആർക്കെങ്കിലും പാലക്കാട് വെച്ച് അല്ലെങ്കിൽ ഇവിടെ വന്ന് പെയിൻറ്റ് ചെയ്യണമെങ്കിൽ പുള്ളി അത്യാവശ്യം നല്ല റീസണബിൾ റേറ്റിൽ ചെയ്തു തരുന്നതായിരിക്കും. പിന്നെ ഈ വണ്ടിയിൽ നമ്മൾ കൂടുതലും പുട്ടി വർക്കല്ല ചെയ്തിരിക്കുന്നത്, EM പേസ്റ്റ് വെച്ചിട്ടാണ്. അതുകൊണ്ട് വണ്ടിയിൽ അധികം അങ്ങനെ ഒരു തുരുമ്പൊന്നും പെട്ടെന്ന് ഈ വണ്ടിയിൽ അങ്ങനെ വരില്ല.
നമ്മുടെ ഫാസിലേട്ടനാണ്. പുള്ളിയുടെ ആണ് വണ്ടി. ഇന്ന് ഈ വണ്ടി ചേട്ടൻ സെയിൽസ് വിൻറ്റേജ് വണ്ടിയുടെയൊക്കെ സെയിൽസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ നമ്പറും കൂടി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വിൻറ്റേജ് വണ്ടീൻ്റെ എൻക്വയറി ഉണ്ടെങ്കിൽ ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി. അല്ല ഏട്ടാ, ഈ കാർ ഇപ്പോഴും ഒരു സ്റ്റോക്ക് കണ്ടീഷനിലാണ് റണ്ണിങ് നമുക്ക് പറയാം. ഇപ്പോഴും ഒരു 60-80 സുഖമായിട്ട് ഈ വണ്ടി പോകുന്നുണ്ട്. ഒരു 62 വർഷം പഴക്കമുള്ള വണ്ടിയാണ് എന്ന് നമുക്ക് ഇതിൻ്റെ തിരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും തോന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ വണ്ടിയൊക്കെ 62 വർഷമൊക്കെ കഴിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പപ്പട കണക്കായിരിക്കും അതിൻ്റെ അവസ്ഥയൊക്കെ. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞാലും അംബാസഡറിൻ്റെ ഒരു ക്വാളിറ്റി അത് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് അതുപോലെ തന്നെ നമുക്ക് നിലനിർത്താൻ പറ്റും. അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലേ നമ്മുടെ ചാനലിലെ പുതിയ പുതിയ വീഡിയോസ് എല്ലാം കാണാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക.